അപ്കമിങ് പ്രോജക്ട്സ് വരുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് ശേഷം? വേറെ പ്രോജക്റ്റുകളുണ്ട്, ആർട്ടിസ്റ്റിനോട് കഥ പറയുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഈ പറയുന്നത് ഫസ്റ്റ് പ്രോജക്റ്റ് ഇറങ്ങട്ടെ, ഞാൻ പറഞ്ഞില്ല ആ ഒരു സാധനം ഇപ്പോഴും നിലനിൽക്കുക. അതിനിപ്പോ പലപ്പോഴും ചർച്ചയിലോട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഹൈറാർക്കി ഇഷ്യൂസും കാസ്റ്റിംഗ് കൾച്ചർ അങ്ങനത്തെ. അതെ കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് ഇപ്പം ഓരോ സബ്ജക്റ്റുകൾ ഞാൻ പറയുന്നു. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പ്രോജക്റ്റ് ഇറങ്ങട്ടെ അല്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന പ്ലാനിങ് അനുസരിച്ച് മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ട്. ഞാനതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തിട്ട്, കാരണം ഓൾറെഡി ഈ ടീമിൻ്റെ മിക്ക എല്ലാവരെയും ഇൻഡിപെൻഡൻസ് ആണ്. ബാക്കി എല്ലാവരും ഇതെല്ലാം അസിസ്റ്റൻ്റ് ചെയ്തത് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. ടീമിൻ്റെ ടീം വർക്കാണത്. അപ്പോൾ ഇതിറങ്ങിപ്പോയാലും ആ ഒരു ഇത് കിട്ടും. സിത്താരയ്ക്ക് ഇതിനനുസരിച്ച് കുറേ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും, ഞാൻ ഇതിനകത്തൊരു ഒരാളെ പോലും ഒരു പാസിംഗ് സീനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ല. ഇതിനകത്ത് വന്നേക്കുന്ന ഏത് ക്യാരക്ടറാണെങ്കിലും ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. കാരണം സെക്കൻഡിലേക്ക് ലീഡാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു വിഷമാവസ്ഥയാണ്. ഇതിനകത്ത് അഭിനയിച്ച നമ്മുടെ ലക്ഷ്മിയ സജീവൻ മരണപ്പെട്ടായിരുന്നു. അത് അറ്റാക്കായിരുന്നു, ദുബായ് വെച്ച്. അപ്പോൾ അത് ഓർക്കുന്ന നിമിഷം ആ കുട്ടിയൊക്കെ അടുത്ത ലീഡ് ക്യാരക്ടേഴ്സാണ് ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇനി സ്ക്രിപ്റ്റിനെ നമ്മൾ സെറ്റ് ചെയ്യണം അടുത്ത്. അപ്പോൾ അതൊക്കെ ഓർക്കണം. അവരൊക്കെ അല്ലാട്ടോ, വെച്ചാൽ സുഹൃബന്ധത്തിൻ്റെ പേരിൽ ഇവരെല്ലാം വന്ന് അഭിനയിച്ചതാണ്. അങ്ങനെയൊരു സംഭവം. അപ്പം നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, സിനിമ സ്വീകരിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രളയ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മുക്കോ ഫാമിലികൾ അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യാൻ വന്നത് എങ്ങനെയാണ്, ആ അവസ്ഥയിലാണ് കൊറോണ സമയത്ത് ഞങ്ങളുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എൻ്റെ പ്രൊഡ്യൂസറെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ക്രൂ വന്ന് വർക്ക് ചെയ്ത്. അപ്പോൾ അവരെല്ലാ സൗകര്യത്തിലൂടെയും വർക്ക് ചെയ്ത്. അവരൊന്നും വലിയ പ്രതീക്ഷയോടെ വെച്ചിട്ടല്ല, അവർ നമുക്കൊരു സാധനം ഒരുക്കി തന്ന ഒരു കൂട്ടായ്മയാണ്. ഇതുകൊണ്ട് ഈ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. മലയാളത്തിൽ ഇപ്പോൾ പുതിയ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് തിയേറ്ററിൽ വരുന്നത്. അത് അറിയാലോ, ഒരുപാട് പ്രോജക്റ്റുകൾ റിലീസാകാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ആ അവസ്ഥയിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം, അഭിപ്രായം പറയണം, നല്ലതോ ചീത്തയോ അഭിപ്രായം പറയണം. അതാണ് നമ്മുടെ അടുത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം ഇതൊരു എന്താ വെച്ചാൽ ഒരു അടുത്ത ഒരു ചവിട്ടുപടിയിലേക്കുള്ള ഒരു ടീമിൻ്റെ ഒരുക്കമാണ്. അപ്പം എല്ലാവർക്കും നന്ദി. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാവട്ടെ, ഇനി സിനിമ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.